ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു വാസ്ലിൻ്റെ എൻ്റെ ഒരു ലിപ് ബാമാണിത്. കൊക്കോ ബട്ടർ ഫ്ലേവർ വരുന്നതാണ്. ഞാനത് എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പം ഈ ലിപ് ബാമിൻ്റെ മുകളിൽ ഇവിടെ കണ്ടില്ല വാസ്ലിൻ എഴുതി കൊടുത്താൽ അത് നമുക്ക് ഈ ഒരു ബീഡ്സ് വെച്ചിട്ട്, അതായത് ഇതിൻ്റെ അകത്ത് ഇതുപോലുള്ള കുറേ ഡയമണ്ട്സ് പോലുള്ള ബീഡുണ്ട്. ഇത് വെച്ചിട്ട് നമുക്കിവിടെ വാസ്ലിൻ്റെ മുകളിൽ ഓരോന്നായിട്ട് അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ മൊത്തം കവർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ നോക്കുന്നത്. ആൻഡ് ഇതിന് യൂസ് ചെയ്യുന്ന ഗ്ലൂ എന്ന് പറയുന്നത് ഈ ഒരു ഫേബ്രിക്കിൻ്റെ ഫേബ്രിക്രിലിൻ്റെ ഫാബ്രിക് ഗ്ലൂ ആണ്. ഇതിന് എത്രയാണ് റേറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 25 റുപ്പീസേ ഉള്ളൂ. ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ നമുക്ക് കിട്ടുന്നതാണ്. ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ പാർട്ടി വെയറിൽ പോയ കല്ലും, പിന്നെ ഇതുപോലെ ഞാൻ ഗ്ലാസ് ബോട്ടിൽ, സ്പ്രേ ബോട്ടിലൊക്കെ, എൻ്റെ സ്പ്രേ ബോട്ടിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് വീഡിയോൻ്റെ ലാസ്റ്റ് എന്തായാലും കാണിച്ചു തരാം. അതിലൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ച് ചെയ്യുമ്പം ആദ്യം ഈ ഒരു ഗ്ലൂവിൻ്റെ കളറ് വൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഡ്രൈ ആകുമ്പോൾ അത് ട്രാൻസ്പാരൻ്റ് ആയിപ്പോവും. അത് നിങ്ങൾക്ക് ആ ഫേവറേറ്റ് ഗ്ലൂവിൻ്റെ ഞാൻ സ്പ്രേ ബോട്ടിൽ ചെയ്തതിൻ്റെത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വാസ്ലിൻ്റെ ഈ ഒരു ടോപ്പ് ചിലപ്പോൾ നമ്മൾ വാസ്ലിൻ എന്നുള്ള ഈ ലെറ്റർ ആയിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗമായിരിക്കും ചെയ്യുക. ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു ഭാഗം ചെയ്യാനാണ്, കാരണം അത് ഇവിടെ ചെയ്യാൻ കുറച്ച് പണിയുണ്ട്. നമുക്ക് നോക്കിയിട്ട് ബീഡ്സ് ഉണ്ടെങ്കിൽ, കംപ്ലീറ്റ്ലി ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാം കേട്ടോ. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അങ്ങനെ ഞാനിത് ഇവിടെ ഒന്ന് ഇത്തിരി മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്നു ഈ ബീഡ്സ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തികയായിരിക്കുമല്ലേ, എനിക്കറിയില്ല കറക്റ്റായിട്ട്. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ ഗ്ലൂ എടുത്ത് ഇതിൻ്റെ മുകളിൽ തിരി ആക്കി കൊടുക്കുന്നുണ്ട്. അയ്യോ, എന്ത് പറ്റി? ഗ്ലൂവിൻ്റെ സാധനം പോയി. ഞാനൊന്ന് തുറന്നിട്ട് വരാം. അപ്പോൾ ഗൈസ്, നമ്മളിത് തുറന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ ഈ ലെറ്ററിൻ്റെ മാത്രമല്ല, ഇവിടെ ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് ആക്കാം. അതാക്കിയിട്ട് നമുക്ക് ഓരോരോ ബീഡ്സ് വീതം ഒട്ടിക്കാം. ആദ്യം നമുക്ക് ഈ ഒരു സൈഡിൽ ഒരൊറ്റ ലൈൻ വരച്ചിട്ട് അതിൻ്റെ മുകളിൽ അങ്ങനെ ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഗ്ലൂ ഇതുപോലെ ജസ്റ്റ് ഒരു ലൈന് പോലെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും, ഡയമണ്ട് പെയിൻറ്റിങ്ങിൻ്റെ കൂടെ കിട്ടുന്ന സാധനമാണ്. ഇത് ഇല്ലെങ്കിൽ ഇപ്പം എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതില്ലെങ്കിലും കുറച്ച് പണിയാണ് ഇത് ചെയ്യാനായിട്ട്. പക്ഷേ നിങ്ങൾക്ക് പെൻസിൽ പോലുള്ള യൂസ് ചെയ്യാം. പിന്നെ ഡയമണ്ട്സ്, ഇതുപോലെ ഡയമണ്ട് പെയിൻറ്റിങ്ങിന് കൂടെ കിട്ടുന്ന ഡയമണ്ട്സ് തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് അതിന് പകരം വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ ഇങ്ങനെ ഇവിടെ അങ്ങനെ വെച്ച് കൊടുക്കാം. ഇതുപോലെ കടക്കും വൈറ്റ് ഗ്ലൂ. പക്ഷെ അത് ഡ്രൈ ഔട്ട് ആകുമ്പോൾ ഭയങ്കര രസം ഉണ്ടാവും കേട്ടോ. പക്ഷേ എനിക്കൊരു പേടിയെന്ന് വെച്ചാൽ ഗ്യാപ്പ് കാണുമല്ലേ, അതാണ്. പക്ഷെ നമുക്ക് ലാസ്റ്റ് നോക്കാം, ഡ്രൈ ഔട്ടായിട്ട് നോക്കാം. പിന്നെ ഇല്ലേ ഫ്രണ്ട്സ്, നമ്മുടെ ഡയമണ്ട് പെയിൻറ്റിങ്ങിൻ്റെ ഈ ഒരു ബീഡില്ലേ, ഈ ഒരു ബീഡ് എപ്പോഴും ആ ഡയമണ്ട് ഇങ്ങനെ കൂർത്ത് നിൽക്കുന്ന ഭാഗം വേണം നമ്മളെപ്പോഴും ഇതാക്കിയിടാൻ വേണ്ടത്. എന്നാലേ അടിവശം ഇങ്ങനെ ഗമ്മായി നിൽക്കുള്ളൂ. ഇതുപോലെ ഇതായിട്ട് അങ്ങനെ വെക്കണം. ഇതുപോലെ കണ്ടോ, നല്ല രസമുണ്ട് നേരിട്ട് കാണാൻ. ഈ ഗ്ലൂ ഒരിത്തിരി ഭയങ്കര ചെറിയ രീതിയിൽ മാത്രം നമുക്ക് അടിയിലൊന്ന് ഇത്തിരി കൂടെ ആക്കി കൊടുക്കാം. ഓക്കെ, നമുക്ക് ഡയമണ്ട് എടുക്കാം. അങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് മെല്ലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പം ഇതുപോലെ കേട്ടോ. ഞാൻ നല്ല ക്ലീൻ ആയിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഇനി നമുക്ക് നെക്സ്റ്റ് ലൈൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു ഇവിടെ ചെറുതായിട്ടൊന്നൊരു ചെറിയൊരു ലൈൻ ഇട്ട് കൊടുക്കുക. അത് ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ്. കാരണം ആ ഒരു ബീഡിൻ്റെ മുകളിലേക്ക് പിന്നെ അതായിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ ഫസ്റ്റ് ചെയ്ത മണ്ടത്തരം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര തിക്കിൽ അപ്ലൈ ചെയ്തു. ഇതുപോലെ ഞാനിപ്പോൾ സെക്കൻഡ് ലൈൻ ചെയ്ത പോലെ ഭയങ്കര തിന്നായിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ.
അപ്പം ഇവിടെയും ബീഡ്സ് ഞാൻ ഒട്ടിക്കാൻ പോവാണ്. ഞങ്ങളിൽ വലിയ കണ്ടെയ്നറാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ, വാസലിൻ്റെ വലിയ കണ്ടെയ്നറാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബീഡ്സിൻ്റെ എണ്ണം കൂടും. സോ അത് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇവിടെ ഭയങ്കര ചെറിയ പോക്കറ്റ് സൈസ് പോലും അല്ല, ഭയങ്കര ചെറുതായിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. കാരണം ലിപ് ബാം ആണല്ലോ, വലുതൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇതെൻ്റെ പുതിയതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. സോ ഇവിടെ നമുക്ക് ബീഡ്സ് ഒട്ടിക്കാം. ഞാനതാണ്ട് ഒരു 3 ബീഡ് ഒട്ടിച്ച് ഒരു ലൈനിൽ ഈ ഒരു ചെറുത് ഇതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്ന ബീഡെന്ന് പറയുന്നത്, അയ്യോ ഒറ്റ മിനിറ്റ്, മാരിയൊക്കെ കാണുന്നില്ല, 5 ബീഡാണ് കേട്ടോ. അവിടെ 3, ഇവിടെ ഉണ്ടോ, ഇവിടെ ഒരു ബീഡുണ്ടോ, എനിക്ക് ഗ്ലൂ കൊണ്ട് കാണുന്നില്ല. ആ ഉണ്ടല്ലേ, ഓക്കെ. 5 ബീഡാണ് വരുന്നത്. 1 2 3 4 5 ബീഡ്സാണ് ഒന്നിൽ വരുന്നത്. അപ്പം നമുക്ക് ഇനിയും കുറച്ച് ബീഡ് ഇവിടെ ചൊരിഞ്ഞു കൊടുക്കാം. കുറച്ച് മാത്രം മതി കേട്ടോ, മെല്ലെ മെല്ലെ ചൊരിഞ്ഞു കൊടുക്കാം. പിന്നെ യെല്ലോ ഉണ്ടെങ്കിലും വലിയ പ്രശ്നമില്ല, കാരണം യെല്ലോ പർപ്പിൾ ആ തീമിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ഡയമണ്ട് പെയിൻറ്റിങ് എനിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ലെഫ്റ്റ് ഓവർ വന്ന ഡയമണ്ട്സാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. എന്നിൽ അങ്ങനത്തെ 2 സെറ്റ് ഉണ്ടായിരുന്നു, ഒരു ബ്ലൂ തീമും വേറൊരു തീമും ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഒരു ഡയമണ്ടും കൂടെ എടുക്കാം. ഗൈസ് കറക്റ്റ് 5 ആണെന്നില്ല, കാരണം എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് സൈഡിൽ നിന്ന് തുടങ്ങുമ്പോൾ ഇത് ഇവിടെ ചെറുതല്ലേ, പിന്നെ അങ്ങനെ വൈഡ് ഏരിയാസ് അല്ലേ വരുന്നത്. അപ്പോൾ കറക്റ്റ് 5 ആവില്ല. 5 കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് ഇവിടെ 6 ആയി. 6 ബീഡ്സ് വന്നു. ഇപ്പോൾ ഭയങ്കര വൃത്തികേട് പോലെ എനിക്ക് തോന്നും, ഭയങ്കര മെസ്സായിട്ട്. ഈ വൈറ്റ് കളർ കാണല്ലോ, അത് കുറച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ട് അവിടെ എന്താണ് ട്രാൻസ്പെറൻ്റ് ആവും. അവിടെ ഒരു ക്ലിയർ ലെയർ ഫോം ചെയ്യും. അപ്പോൾ ആ ഒരു വൃത്തികേട് അവിടെ ഉണ്ടാവില്ല. അടുത്ത സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ഞാൻ നെക്സ്റ്റ് ഇത് 3ാമത്തതും കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ അങ്ങനെ ഓരോന്നോരോന്നായി ചെയ്ത് കൊടുക്കാം. ഞാൻ വാസ്ലിന്, അയ്യോ അതിനുള്ളിലായി പോയില്ലേ, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇനി നമ്മൾ വാസ്ലിൻ എന്നുള്ള അവിടെ ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഈ ഒരു ഭാഗവും മൊത്തം ചെയ്യും, പിന്നെ അടിയത്തെ ഭാഗം ചെയ്യും. വാസ്ലിൻ എന്നുള്ള ഗ്യാപ്പ് ഇടാം. പക്ഷെ ഞാൻ അറിയാണ്ട് അതിൻ്റെ ഉള്ളിലായിപ്പോയി ഗൈസ്. സാരമില്ല, അത് വലിയ രീതിയിൽ ആരും നോട്ടീസ് ചെയ്യില്ലായിരിക്കും. ഞാൻ ഇതുപോലെ കുറച്ച് ഗ്ലൂവിൻ്റെ ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലൊക്കെ ഡയമണ്ട്സ് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് ഇതേ സ്റ്റെപ്പിനെ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇവിടം വരെ എത്തിക്കണം കേട്ടോ. ഗൈസ് ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇങ്ങനെ ഇന്ന് രാവിലെ ഞാൻ എണീറ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ വെറുതെ ഇങ്ങനെ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ യൂട്യൂബിൽ ചെറുതായിട്ടൊന്ന് ഒരു ഷോർട്സിൽ കണ്ടപ്പം അതിനകത്തൊരു സെലിബ്രിറ്റി അതിൻ്റെ അകത്തുള്ളൊരു സെലിബ്രിറ്റീന് വാസ്ലിന് ഇതുപോലെ ഭയങ്കര വൈറ്റ് ഡയമണ്ട്സ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട്, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇത് ഇപ്പോൾ ഒരു DIY അല്ല, അത് അവർ ചെയ്യിപ്പിച്ചതാണ്. ആൻഡ് അങ്ങനെ കുറേ ആ സെലിബ്രിറ്റീനെ കുറേ ഫാൻസ് അത് ട്രൈ ചെയ്ത് നോക്കി. ആൻഡ് അത് DIY അല്ലായിരുന്നു കേട്ടോ, അത് അവർ ചെയ്യിപ്പിച്ചതാണ്. എന്തോ ഒരു കൊളാബോ അങ്ങനെ എന്തോ ആർട്ട് പോലെ എന്തോന്ന് ചെയ്യിപ്പിച്ചതാണ്. ആ സെലിബ്രിറ്റിയും വാസ്ലിനും തമ്മിൽ എന്തോ ഒരു കൊളാബ് ചെയ്തതാണ്. അപ്പം ഭയങ്കര രസമുണ്ടായിരുന്നു ആ സംഭവം കാണാനായിട്ട്, ആ വാസ്ലിന്. അപ്പം അത് ഇൻസ്പയർ ആയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഇവിടെ ചെയ്യുന്നത്. സോ നമുക്ക് ഇതിന് ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. ആൻഡ് നമുക്ക് ലാസ്റ്റ് കാണാം. ഇത് ഉണങ്ങണം, ഇതിൻ്റെ റിയലായിട്ടുള്ള ബ്യൂട്ടി കാണാനായിട്ട്. അപ്പം ഇത് ഉണങ്ങുന്നത് വരെയും ഞാൻ വെയിറ്റ് ചെയ്യും. പിന്നെ ഇതൊരു ഈവനിങ് ഒക്കെ ആകുമ്പോഴേ ഉള്ളൂ ഉണങ്ങുക. അപ്പം അതൊരു പ്രശ്നമാണ്. നമുക്ക് എന്തായാലും ഉണങ്ങും ചെയ്യണം കേട്ടോ. അപ്പം എന്നാലും ഇതിപ്പോൾ ചെയ്യാം. നെക്സ്റ്റ് ലെയർ അപ്ലൈ ചെയ്യാം. അങ്ങനെ നമ്മൾ ഏകദേശം ലാസ്റ്റ് എത്തിയിരിക്കുകയാണെങ്കിൽ ഇവിടെയും കൂടെ ബീഡ് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വാസ്ലിൻ്റെ അടിവശമാണ് ചെയ്യേണ്ടത്. സോ ലെറ്റ്സ് ഡു ദാറ്റ് ഗൈസ്. ഇപ്പം ഞാനിത് വേണ്ട ഈ ഒരു വാസ്ലിൻ്റെ ഈ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടിവശം കൂടെ കഴിയണം. നമുക്ക് അടിയത്തെ ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഗ്ലൂ ഇതുപോലെ ഒട്ടിച്ചിട്ട് ഫസ്റ്റത്തെ റോ കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ഇനി ബാക്കിയെല്ലാം കൂടെ കംപ്ലീറ്റ് ചെയ്യണം. സോ ലെറ്റ്സ് ഡു ദാറ്റ്. സോ ഗൈസ്, എൻ്റെ വാസ്ലിൻ്റെ ടോപ്പ് മൊത്തം ഞാൻ കവർ ചെയ്തു. ആൻഡ് യു കുഡ് സീ ദെയർ ഇനിയും ഉണ്ട് നമ്മുടെ ബീഡ്സ്. അപ്പം ഇത് ഡ്രൈ ചെയ്തിട്ട് നമുക്ക്
തികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബാക്കിലേക്ക് ഇത് എന്തായാലും തികയൂലല്ലേ. സോ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഇതെൻ്റെ കൊക്കോ ബട്ടറിൻ്റെ ഇതാണ്. ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. നല്ലൊരു അട്രാക്റ്റീവ് സ്മെല്ലാണ് ഇതിന്. ഇതിപ്പോൾ തുറക്കുന്നില്ല ഞാനിത് ചിരിയെ പോലെ. ഇത് ഡ്രൈ ആവണം. ഡ്രൈ ആയിട്ട് ഞാൻ വരാട്ടോ. ഇത് ഡ്രൈ ആവണം. ഇവിടെ ഉണ്ട് അതും കൂടെ ഞാൻ ചെയ്യും. എന്നിട്ട് ഡ്രൈ ആവണം. ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, നല്ല വൃത്തി ഉണ്ടാവും കാണാൻ. ഞാൻ എന്തായാലും എൻ്റെ പെർഫ്യൂം ബോട്ടിൽ കാണിച്ചു തരാം. ആദ്യം ഈ ഒരു ഗ്യാപ്പ് ചെയ്തോട്ടെ. സോ ഞാൻ എൻ്റെ വാസ്ലിൻ്റെ ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ദിസ് ഇസ് മൈ വാസ്ലിൻ. എനിക്ക് ഇഷ്ടമായി വാസ്ലിൻ എന്നുള്ളതിൻ്റെ ബി മാത്രം കുറച്ച് ഉള്ളിലേക്ക് പോയി. വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് മൊബൈൽ ഒന്ന് നോക്കാം. എന്ന് വെച്ച് നോക്കുമ്പോൾ ടോപ്പിൽ നിന്ന് നല്ല ഭംഗിയുണ്ട് കാണാൻ, രസമുണ്ട്. ഞാൻ ഗ്ലൂ അടച്ചാലിട്ടൊക്കെ അല്ലെങ്കിൽ സീനാവും. ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഇത് കോളായി പോയിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള റാൻഡം ചാംസ് വെച്ചിട്ട് ചെയ്തതാണ്. ഇത് കാലിയാട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ബോറടിക്കുമ്പോൾ അങ്ങനെ ചെയ്യാറാണ് പതിവ്. അപ്പം ഇതും നമ്മുടെ ഫേവറിറ്റ് ക്രില്ലിൻ്റെ ഈ ഒരു ഗ്ലൂ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വൈറ്റ് പോലുള്ളത് ഇവിടെ ഉണ്ടായിരുന്നു. അത് ഉണങ്ങുമ്പോൾ അതുപോലെ ട്രാൻസ്പെറൻ്റ് ആയി പോകും. അതുകൊണ്ട് തന്നെ ഇതും അതുപോലെ അങ്ങനെ ക്ലിയറായി ട്രാൻസ്പെറൻ്റ് ആയിട്ട് അങ്ങനെ ഉണങ്ങുമ്പോൾ അതങ്ങനെ ആവും. സോ അതുകൊണ്ട് തന്നെ ഇതിൽ വൃത്തിയോടൊന്നും ഉണ്ടാവേണ്ട എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉണ്ടാവില്ല എന്തായാലും. ഞാൻ ഇതിൻ്റെ സെക്കൻഡ് ട്രൈ ആണ്. ഫസ്റ്റ് ട്രൈ ചെയ്തായിരുന്നു. ഫസ്റ്റ് ട്രൈ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ വാസ്ലിനും കൂടെ പരീക്ഷിച്ച് നോക്കിയതാണ് ഗൈസ്. അപ്പോൾ എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. സോ ബൈ ഗൈസ്.